ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ കൊണ്ടുള്ളൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മാങ്ങാപ്പെരിക്ക്. ഇത് പാലക്കാട് സൈഡിലാണ് കൂടുതലും ചെയ്തു വരുന്നത്. അപ്പോൾ മാങ്ങ ചട്നിന്നോ മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി എന്ത് വേണമെങ്കിൽ പറയാം ഇതിന്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്ലേറ്റ് ചോറിനാൻ പറ്റും. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചയാണെങ്കിലും കുഴപ്പമില്ല, ചെനച്ച മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. മാങ്ങ നമുക്ക് ആദ്യം തൊലി ചെത്തിയെടുക്കാം. അപ്പോൾ മേലത്തെ തൊലി ഒന്ന് പോയി കിട്ടണമെന്നേ ഉള്ളൂ. ഒരുപാട് ചെറുതായിട്ട് തോലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പീലർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തോല് ചെത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. മാങ്ങ കഴുകിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇത് അത്യാവശ്യം നല്ല ചുണങ്ങളുള്ള മാങ്ങയായിരുന്നു. ഇനി നമുക്കിത് ചെറുതായിട്ട് പ്ലേറ്റിലേക്ക് മുറിച്ചെടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഇതിൽ തൈര് ചേർക്കാറുണ്ട് ചിലവർ. അപ്പോൾ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട്. ഇപ്പോൾ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളകും തേങ്ങയും കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കടുക് ചേർത്ത് അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം കടുക് ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. കടുക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അരയ്ക്കരുത്, ചതച്ചെടുക്കാനേ പാടുള്ളൂ. മാങ്ങ മുഴുവനായിട്ട് കൊള്ളാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം ഇത് ചതച്ചെടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള മാങ്ങയും കൂടെ ചതച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതും നമുക്ക് കടുക് ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം വേണ്ടവർ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങാപ്പെരിക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.